ഹായ്, നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിച്ചടിയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങയുടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കിച്ചടി ഒരു വെള്ളരിക്ക കിച്ചടിയാണ്. അതിനായിട്ട് ഇവിടെ കുറച്ച് വെള്ളരിക്ക കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് ചരുവത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചത് വേവിച്ചൊന്നെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസോളം വെള്ളം, അത് വേകാൻ പാകത്തിന് വെള്ളം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. വെള്ളരിക്കയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഒന്നുകൂടെ വേകണം. അപ്പോൾ വെള്ളരിക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അരപ്പൊന്ന് റെഡിയാക്കിക്കൊണ്ട് വരാം. ആദ്യം നമുക്ക് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ. അതിനുശേഷം നമുക്ക് ഈ പച്ചമുളകും കടുകും കൂടി ഒന്ന് അതിലിട്ട് കറക്കിയെടുക്കണം. പച്ചമുളകും കടുകും നല്ലവണ്ണം അരയേണ്ട, ലാസ്റ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അതിലിട്ട് നമ്മുടെ വെള്ളരിക്ക ഒന്ന് വെന്തിട്ടുണ്ട്. ഇത്രയോടെ കഴിഞ്ഞിട്ട് നമുക്കിതിൽ അരപ്പിട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളരിക്കയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഉടച്ചിട്ട് കൊടുക്കാം. ഒരു കിച്ചടിക്കൊരു യോജിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഉടയ്ക്കാം. ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റിക്കഴിയുമ്പോൾ, അരപ്പിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3-4 സ്പൂണ് നല്ല തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിയുള്ള തൈര് നോക്കി ഒരു 3-4 സ്പൂണോളം തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചിട്ട് തിളയ്ക്കരുത് കേട്ടോ, നല്ലോണം ഒന്ന് ചൂടായാൽ മാത്രം മതി. നമ്മുടെ കിച്ചടിയിൽ വെള്ളം കുറവാണ്. നമുക്കൊരു 4 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലോണം ഒന്ന് ഇളക്കാം. ലാസ്റ്റ് നമുക്ക് ഇതിലേക്കൊന്ന് കടുക് വറുത്ത് കൂടി ചേർക്കാം. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 2 സ്പൂണോളം എണ്ണ. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കാം. നമ്മുടെ കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കിച്ചടിയിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുത്ത് ഞാനത് അടച്ചു വെച്ചിരുന്നു. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ കിച്ചടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളരിക്ക കിച്ചടിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം എല്ലാവരും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ ബൈ.